പെരിന്തൽമണ്ണയിൽ നിന്നുള്ള രാത്രികാല ബസ്സുകൾ സർവീസ് മുടക്കുന്നതിനെതിരെ കർശന നിർദ്ദേശവുമായി താലൂക്ക് സഭ. യാത്രക്കാരെ ലക്ഷ്യത്തിലെത്തിക്കാതെ പാതിവഴിയിൽ ഇറക്കിവിടുന്നതായും പരാതി ഉയർന്നു. തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി മഴയ്ക്ക് ശേഷം ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ താലൂക്ക് സഭയിൽ അറിയിച്ചു. രാത്രി 8-ന് പെരിന്തൽമണ്ണയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് പുറപ്പെടുന്ന സ്വകാര്യ ബസ് കൊളത്തൂർ ബസ് സ്റ്റാൻഡിൽ പോകാതെ സ്റ്റേഷൻ പടിയിൽ യാത്രക്കാരെ ഇറക്കിവിടുന്നതായുള്ള പരാതിയാണ് പരിഗണിച്ചത്. കഴിഞ്ഞ 5 താലൂക്ക് സഭകളിൽ ഈ വിഷയം ഉന്നയിക്കുന്നതായി ഹംസ പാലൂർ ചൂണ്ടിക്കാട്ടി. ബന്ധപ്പെട്ട വേദികളിൽ വിഷയം ഗൗരവമായി ഉന്നയിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത നജീബ് കാന്തപുരം MLA അറിയിച്ചു. പുലാമന്തൂർ കൊളത്തൂർ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും പുലാമന്തോൾ ടൗണിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ഹംസ പാലൂർ ആവശ്യപ്പെട്ടു. മേലാറ്റൂർ പുലാമന്തോൾ റോഡിൽ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി മഴ മൂലം തടസ്സപ്പെട്ടതായും മഴ മാറിയാൽ പൂർണ്ണമായും കുഴികൾ അടയ്ക്കുമെന്നും KSTP അധികൃതർ കത്ത് നൽകിയതായി തഹസിൽദാർ A വേണുഗോപാൽ യോഗത്തിൽ അറിയിച്ചു. ഈ റോഡിൽ പുളിങ്കാവ് മലറോഡ് ഭാഗത്ത് റോഡിന്റെ ശോച്യാവസ്ഥ മൂലം ഗതാഗതം ദുസ്സഹമായതായി അംഗങ്ങൾ പരാതിപ്പെട്ടു. താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ മിച്ചഭൂമിക്കായി കണ്ടെത്തിയ ഭൂമി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിതരണം ചെയ്യാൻ നടപടി വേണമെന്ന് NP ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. പൂർണ്ണമായി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾ തുടരുകയാണെന്നും തഹസിൽദാർ മറുപടി നൽകി. BPL കാർഡുകൾ അനധികൃതമായി കൈവശം വയ്ക്കുന്നവർക്ക് അത് തിരിച്ചേൽപ്പിക്കാൻ പ്രത്യേക അദാലത്ത് നടത്തണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ നിർദ്ദേശിച്ചു. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T അബ്ദുൽ കരീം, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP സയ്യിദ, CM മുസ്തഫ, ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ P മണികണ്ഠൻ, LR തഹസിൽദാർ സൗമ്യ T ഭരതൻ, A ശിവദാസൻ, VB സുരേഷ് ബാബു എന്നിവരും വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വകുപ്പ് മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.